നമസ്കാരം. യൂട്യൂബർ രാജൻ ജോസഫ് അറസ്റ്റിൽ. മാധ്യമങ്ങളിൽ വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന വാർത്തയാണ്. സ്വാഭാവികം. അടൂരിലെ കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർ കൊടുത്ത പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചാനലുകളിലെല്ലാം ഈ വാർത്ത ഇങ്ങനെ വരുന്നുണ്ട്. സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന കേസിൽ യൂട്യൂബർ രാജൻ ജോസഫ് അറസ്റ്റിലായിരിക്കുന്നു. അടൂർ പോലീസ് എറണാകുളത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നേരത്തെ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ രാജൻ ജോസഫിനെ ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെയാണ്. ആരാണ് രാജൻ ജോസഫ് എന്ന് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങാണ്ടി ഷാഫിക്കാരുടെയൊക്കെ ചില ലീലാവിലാസങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പച്ചയ്ക്ക് തുറന്നു പറയുന്നത് കേട്ട് കേരളം തന്നെ അന്തം വിട്ട് കേട്ട ഒരു സമയമുണ്ടായിരുന്നു. സ്ത്രീപീഡന കേസുകൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരനിരയായി വന്നിരുന്ന സന്ദർഭത്തിൽ നേരത്തെ ഇവരുടെ രണ്ടുപേരുടെയും സൗഹൃദ വലയത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് രാജൻ ജോസഫ്. അങ്ങനെയുള്ള വ്യക്തി അവർക്കിടയിലുള്ള ചില അണിയറ രഹസ്യങ്ങൾ സമൂഹത്തിനോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് കോൺഗ്രസ്സുകാരിൽ പലർക്കും വലിയ ശത്രുതയുണ്ട്. ആ ശത്രുത അദ്ദേഹം ഒരു പരിധി വിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ, ഒരു സ്ത്രീയെ അവഹേളിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു നിലപാട്. കാര്യം അതിനെ സംബന്ധിച്ച് വസ്തുതകളില്ലാതെ ഒരാളെ സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ അദ്ദേഹം വീഡിയോ ചെയ്തു. ആ വീഡിയോ ഏതെന്ന് ഞാൻ കണ്ടില്ല. പക്ഷേ അതിൻ്റെ പേരിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പരാതി കൊടുത്തതായിട്ട് മനസ്സിലാക്കുന്നത്. അതിലിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ഈ പരാതി കൊടുത്തവർ അവർ നല്ലവരാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് കൂടി നമ്മളൊന്ന് അറിയണ്ടേ. ഇദ്ദേഹം വീഡിയോ കൊടുത്തതിന് ശേഷം മുമ്പ് എനിക്ക് അയച്ചു തന്നൊരു ഓഡിയോ ആണ്. കാര്യം ഈ ശ്രീനാദേവി കുഞ്ഞമ്മയും സഹോദരനുമാണെന്ന് തോന്നുന്നു രാജൻ ജോസഫിനെ വിളിച്ച് തെറി വിളിക്കുന്ന ഒരു ഓഡിയോ അയച്ചു തന്നു. അന്നത്തെ സന്ദർഭത്തിൽ എന്തോ കാര്യം കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. പിന്നീട് അത് ഇപ്പോഴാണ് ഒന്ന് ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങൾ ആ ഓഡിയോ ഒന്ന് കേൾക്കണം. നീ ആ തന്തയ്ക്ക് ഉണ്ടായല്ല നീ വീഡിയോ നടക്കുന്നത് എവിടെ ഉള്ളത്? ഞാൻ എറണാകുളത്തുണ്ട്. നിന്റെ അവള് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കേട്ടോ. ഇനി നിന്റെ അളിയനാവാന്ന് പറഞ്ഞ് നിൽക്കുന്നവനുണ്ടല്ലോ, അവനും വിചാരിച്ചിട്ട് പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. എവിടെടാ ഉള്ളത്? ഞാൻ വരും അങ്ങോട്ട്. നീ വാ. നീ എന്നടാ നായേ, നീ എണ്ണ. നിന്റെ തന്തയിന്ന് ഓത്ത ദിവസം നീ എണ്ണ പട്ടി പോലെയടി മോനെ. നീ എണ്ണിക്കൊണ്ടിരി. നമ്മുടെ കാതികൻ ഹാഷ്മിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പുളിച്ച തെറി എന്ന് പറഞ്ഞാൽ രാജൻ ജോസഫിനെ വിളിച്ച് തെറി വിളിച്ചത് റെക്കോർഡ് ചെയ്ത് എടുത്തിരുന്നതാണ്. നേരത്തെ ഇത് പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇതാണ് തിരിച്ച് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹം ചെയ്ത വീഡിയോയ്ക്കുള്ള റെസ്പോൺസ് ആയിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ആ പ്രവൃത്തിയൊക്കെ ചെയ്തു ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണ് കേസുമായി പോകുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില താല്പര്യങ്ങൾ കൂടിയുണ്ട്. കാര്യം 8ന്റെ പണി കൊടുക്കുക എന്നുള്ളത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ മാത്രം ആവശ്യമല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടി ആവശ്യമാണ്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തെ അറ്റാക്ക് ചെയ്യുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് ഇരകൾക്കെതിരെ മോശമായിട്ട് അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന തരത്തിൽ പ്രതികരണവുമായി വന്നപ്പോഴാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന വ്യക്തി ലൈം ലൈറ്റിലേക്ക് വരുന്നത്. അന്ന് CPIയുടെ ജനപ്രതിനിധിയായിരുന്ന ശ്രീനാദേവി പിന്നീട് ആ ന്യായീകരണത്തോടു കൂടി കോൺഗ്രസിലെത്തുന്നു. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇവർക്കെതിരെ വീഡിയോ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇരയാക്കപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെ ഇവരുടെ പരാമർശത്തിനെതിരെ പലപ്പോഴും പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. കാര്യം ഈ സദാചാരം പറയാൻ ആരെക്കൊണ്ടും പറ്റുമല്ലോ. ചെയ്ത പ്രവർത്തനം, അതായത് രാഹുൽ മാങ്കൂട്ടൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഭ്രൂണഹത്യ അല്ലെങ്കിൽ ഗർഭം കലക്കൽ പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയെ ന്യായീകരിക്കാൻ വന്നു. അതിൽ അതിശക്തമായി പറയുമ്പോൾ പരിധി വിട്ട് രാജൻ ജോസഫ് എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. അത്തരം മോശമായിട്ടുള്ള കാര്യങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനവർ നിയമത്തിന്റെ സഹായം തേടി നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങി. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഫോൺ റെക്കോർഡിൽ നിങ്ങൾ പറയുന്ന മറുപടി വെച്ചിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ അത്ര നിസാരക്കാരിയല്ല. അവർ വളരെ സൽസ്വഭാവിയും വളരെ മാന്യമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അങ്ങനെയും കരുതേണ്ട കാര്യമില്ല. അവർക്കെതിരെ എന്ത് വീഡിയോ ആണോ വന്നത് അതേ രീതിയിൽ തന്നെ അവർ വിളിച്ച് രാജൻ ജോസഫിനോട് പ്രതികരിച്ചതിന്റെ ഓഡിയോ ആണ് നിങ്ങൾ കേട്ടത്. അത്രമാത്രം അയാൾ ചെയ്ത വീഡിയോ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഒരാൾ ഒരു വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കുന്ന കേൾക്കുമ്പോഴാണല്ലോ നിലവാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പച്ച തെറി അല്ലെങ്കിൽ പുളിച്ച തെറിയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ വീട്ടിൽ കയറി ആക്രമിക്കുമെന്നൊക്കെയുള്ള
തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വഭാവം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റി കൂടി സമൂഹം അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് മുൻപ് അയച്ചു തന്ന, ഇപ്പോഴല്ല, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹമായിട്ട് കണക്ഷൻ ഇല്ല, നേരത്തെ ഒരുമിച്ച് കുറച്ചു കാലം ജോലി ചെയ്തിരുന്ന ഒരു അടുപ്പവുമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ കേസിലായതുകൊണ്ട് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലല്ലോ. രാജൻ ജോസഫുമായിട്ടുള്ള സൗഹൃദമുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങളെ വിലയിരുത്തി പറയുന്ന ഒരാളാണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ പ്രസംഗം പോലെ തന്നെ കൈവിട്ട് അല്ലെങ്കിൽ പരിധി വിട്ട് ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് മാത്രമാണ്. എന്തായാലും അങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കാൻ പോകുന്നില്ല. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാൻ നിയമത്തിന്റെ മുന്നിൽ നിയമവിരുദ്ധ പ്രവർത്തനമായി കണക്കാക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു എന്ന് കരുതിക്കൊണ്ട് മോഷ്ടിച്ചില്ല, കൊന്നില്ല, തെറ്റായ ഒരു കാര്യം ചെയ്തില്ല. പക്ഷേ ഇവരുടെ കോക്കസ് ഗ്രൂപ്പിന്റെ കൊള്ളരുതായ്മകളും ഇവർ ചെയ്തുകൊണ്ടിരുന്ന തോന്നിവാസങ്ങളെ കുറിച്ച് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരുടെ കോക്കസ് ഗ്രൂപ്പുകൾക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഭയമില്ലാതെ വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് രാജൻ ജോസഫ്. അതിൽ അദ്ദേഹത്തോട് പ്രതികാരമുണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് സമൂഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രാജൻ ജോസഫിനെ ജയിലിലേക്ക് അയച്ചതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം, താല്പര്യം ആരുടേതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും.